കുറേ നാളായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഉണ്ണിയപ്പം മാത്രമല്ല കേട്ടോ, കൂടെ നെയ്യപ്പവും. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു അളവ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിറച്ച് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ പകുതി ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മൈദയും കൂടെ ചേർക്കാം കേട്ടോ, അതേ അളവിൽ തന്നെ. ഞാൻ മൈദ എടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂൺ പഞ്ചസാരയിൽ ഒരു 4 ഏലക്ക പൊടിച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഒരു 2 ശർക്കര പകുതിയാണ് കേട്ടോ, പകുതി ഇട്ട് 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ നമ്മൾ തിളപ്പിച്ച ശർക്കരപ്പാനി അരിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട പിടിക്കാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്തതിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എള്ളെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി ഉണക്കിയതാണ്. ഇതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഒരു ടിസ്റ്റ് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയില്ല. അപ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവി ഞാൻ അതിനകത്ത് ഇറക്കി വെച്ച് നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലൊരു പാതി എണ്ണ ആ തവിയിലാക്കിയിട്ട് നമ്മുടെ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയിൽ കുറച്ച് നേരം മുക്കി പിടിച്ചിട്ട് അത് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഉണ്ണിയപ്പം ആവും. ചെയ്യുന്നതിൽ നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയാണ് ഏറ്റവും എളുപ്പം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് മുഴുവനായിട്ട് 1, 3, 4 ആക്കിയിട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. ഓരോന്ന് ഇടാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ചട്ടി ചെറുതും കൂടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ നെയ്യപ്പമാണ് കേട്ടോ ഒഴിച്ചത്. നെയ്യപ്പം നമുക്ക് ഈസിയാണല്ലോ, തവിക്ക് കോരി അങ്ങോട്ട് ഒഴിച്ചാൽ മതി. അത് നമുക്ക് ഏറ്റവും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കി. അപ്പച്ചട്ടി ഇല്ലാതെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതേ ടേസ്റ്റിൽ തന്നെ കേട്ടോ, അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതും. പിന്നെ മാത്രമല്ല, അപ്പച്ചട്ടിയില്ലെന്നും പറഞ്ഞ് ആരും പേടിക്കേണ്ട. ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മാവും കൂടെ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പം നെയ്യപ്പമാണ് നമുക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.